ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ബർലിക്കാടിലേക്കാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഏകദേശം 62 കിലോമീറ്ററും മേട്ടുപ്പാളയത്തിൽ നിന്ന് 50 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ളത്. മനോഹരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ചു വേണം ഇവിടേക്കെത്താൻ. ഒരു സ്വാദിഷ്ടമായ ചുക്കുകാപ്പിയിലൂടെയാണ് ഞങ്ങളെ അവർ വരവേറ്റത്. കോയമ്പത്തൂരിൽ നിന്നോ അല്ലെങ്കിൽ മേട്ടുപ്പാളയത്തിൽ നിന്നൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ബർലിക്കാട് ഒരു മികച്ച ഓപ്ഷൻ തന്നെയായിരിക്കും. ഈ കാണുന്ന വെബ്സൈറ്റിലൂടെ വേണം നിങ്ങൾ ഇവിടെ ബുക്ക് ചെയ്യാൻ. ഒരാൾക്ക് 700 രൂപയാണ് ഇതിനായി നൽകേണ്ടത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമാണ് ഇവിടെ സന്ദർശനം അനുവദിച്ചിരിക്കുന്നത്. ഹൊഗ്ഗനക്കൽ പോലെ തന്നെ ഇവിടെയും കുട്ടവഞ്ചി സവാരി തന്നെയാണ് പ്രധാന ആകർഷണം. ഭവാനി പുഴയിലൂടെയുള്ള ഈ യാത്ര അത്രമേൽ മനോഹരമാണ്. ഏകദേശം 30 മിനിറ്റോളമാണ് ഈ പുഴയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നത്. പോകുന്ന വഴിയിലുടനീളം വഞ്ചി തുഴയുന്ന ചേട്ടനോട് സംസാരിച്ച് ഈ പ്രദേശവും അവിടുത്തെ സംസ്കാരവും വൈവിധ്യവുമെല്ലാം ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു. മനോഹരമായ കാഴ്ചകളാണ് യാത്രയിലുടനീളം നമ്മെ കാത്തിരിക്കുന്നത്. ഈ യാത്രയിലെ ഏറ്റവും രസകരമായ നിമിഷം അദ്ദേഹം ആ വഞ്ചി വട്ടം കറക്കി നമ്മളെ ത്രില്ലടിപ്പിക്കുന്നതാണ്. എന്റെ സഹപ്രവർത്തകരും ഈ യാത്രയിൽ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ ഈ സഫാരി വളരെയധികം ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അങ്ങകലെയായി ഒരമ്മ എന്തോ പാചകം ചെയ്യുന്നത് കാണാനിടയായി. പിന്നീടാണ് മനസ്സിലായത് സ്വീറ്റ് ബോണ്ടയാണ് അവർ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു സ്നാക്ക് ബ്രേക്ക് എടുത്തു. കുട്ടവഞ്ചി സഫാരിക്ക് ശേഷം നമ്മളെ അവിടെ കാത്തിരിക്കുന്നത് ഇരുളർ എന്ന ഗോത്രവിഭാഗത്തിന്റെ തനതായ കലാപ്രകടനങ്ങളാണ്. അവരുടെ വാദ്യോപകരണങ്ങളും സംഗീതവും വളരെ ആസ്വാദ്യകരമാണ്. അവരുടെ കൂടെ നൃത്തം ചെയ്യാനും നമുക്ക് അതേ ഈണത്തോടെ ആ സംസ്കാരത്തെ അറിയാനും സാധ്യമാണ്. പിന്നീട് നല്ലൊരു ഉച്ചഭക്ഷണം അവിടെ ഒരുക്കിയിട്ടുണ്ട്. നിറഞ്ഞ മനസ്സോടെയാണ് ഈ അമ്മമാർ സ്വാദിഷ്ടമായ ഈ ഭക്ഷണം വിളമ്പുന്നത്. ഭക്ഷണശേഷം കുളിക്കാനായി ഞങ്ങൾ അത്തിക്കടവിലേക്ക് യാത്ര തിരിച്ചു. വെള്ളം കുറവായതിനാൽ കുറച്ച് ഒഴുക്കുള്ള ഭാഗത്തേക്ക് ഞങ്ങൾ നീങ്ങി. അവിടെ കുറച്ച് സമയം ഞങ്ങൾ ചിലവഴിച്ചു. പാറക്കെട്ടുകൾ ധാരാളമുള്ള മേഖലയാണിത്. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഇവിടെ കുളിക്കാൻ. ഏകദേശം 4:30 ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ധാരാളം ഓർമ്മകൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു ഇത്. പ്രകൃതിയെ അടുത്തറിയാനുള്ള ഒരു അവസരം കൂടിയായിരുന്നു ഇത്. യാത്രകൾ തുടരും.